ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ യുവജനങ്ങളെ ധ്യാനിപ്പിക്കുന്ന ഒരാളാണ്. ഈ അടുത്ത കാലത്ത് വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ യുവജനങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കണം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണ് ദൈവത്തിന് നമ്മളെ സമർപ്പിക്കുക എന്നറിയാവുന്നവർ കൈവക്കുക, അല്ലെങ്കിൽ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അപ്പോഴാണ് ആലോചിക്കുന്നത്, എങ്ങനെയാണ് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുക? ഒരുപക്ഷെ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഏത് പ്രവൃത്തിയിലൂടെയാണ്, എന്ത് ചെയ്യുമ്പോഴാണ് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കുകയെന്ന് പലർക്കും സംശയമുണ്ടാകും. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഞാൻ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ഒരു ആത്മീയ ആചാര്യൻ എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും കുറച്ച് സമയമെടുത്ത് നിനക്കുള്ള മുഴുവൻ കാര്യങ്ങളും നീ ദൈവത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ 6 മാസത്തിനകം തന്നെ നിന്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുന്നത് നിനക്ക് വ്യക്തമായും സ്പഷ്ടമായും കാണാൻ സാധിക്കും. അത് ചെയ്തു നോക്കിയപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു വ്യത്യാസം എനിക്ക് കാണാൻ സാധിച്ചു. എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുക? ദൈവത്തെ സമർപ്പിക്കുന്ന നിരവധി രീതികളുണ്ട്, ചുവടുകളുണ്ട്. ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്ന നിരവധി മാർഗങ്ങളുണ്ട്. എന്നാൽ ഈശോ നമുക്ക് കാണിച്ചു തന്ന വളരെ ലളിതമായ ഒരു മാർഗം നമ്മൾ ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. ഈശോ മരിക്കുന്ന സമയത്ത് വളരെ ഉച്ചത്തിൽ പിതാവിനോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഏറ്റവും മനോഹരമായ ഒരു സമർപ്പണ പ്രാർത്ഥനയാണ്. സീറോ മലബാർ ലിറ്റർജിയിലും നമ്മൾ പുരോഹിതൻ നമ്മളോട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്ന സമയത്തും വാക്കുകൾ കൊണ്ടാണല്ലോ നമ്മൾ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ സമർപ്പണത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ചെന്നിട്ട്, ദൈവമേ, ഞാൻ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണ് ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ ചെന്ന്, ദൈവമേ, എൻ്റെ കണ്ണുകൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു, എൻ്റെ കാതുകൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു, എൻ്റെ നാവ് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇങ്ങനെ ദൈവത്തോട് വാഗൊണ്ട് നമ്മൾ തുറന്നു പറയുന്നതാണ് സമർപ്പണത്തിൻ്റെ ആദ്യത്തെ ഘട്ടം. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടവും അതുതന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളുടെ ഏറ്റുപറച്ചിൽ ദൈവം ഏറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. രക്ഷ പ്രാപിക്കുവാനുള്ള ഒരു പ്രധാന കാര്യമായി പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഉപദേശം ഇതാണല്ലോ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ ഹൃദയത്തിലുള്ള ഒരു വിശ്വാസത്തോടെ അധരം കൊണ്ട് ഏറ്റുപറയുന്ന ഒരു പ്രവൃത്തി ബൈബിളിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തുവിനെ ചുറ്റിപ്പറ്റി ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ആളുകൾക്കെല്ലാം യേശുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങളും വിടുതലും വേണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം. അതുകൊണ്ടായിരുന്നു ജനക്കൂട്ടം തിങ്ങി യേശുവിൻ്റെ കൂടെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇങ്ങനെ നടക്കുന്ന ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ യേശു നിൽക്കുകയാണ്. അവൻ ഏറ്റുപറഞ്ഞു, യേശുവേ, എനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കനിയണമേ. ബർത്തമിയോസിൻ്റെ ആ ശബ്ദം കേട്ട് യേശു തിരിഞ്ഞു നോക്കുകയാണ്. അവൻ വാഗൊണ്ട് പറയുന്നത് കണ്ട്, അവൻ്റെ വിശ്വാസം ഏറ്റുപറയുന്നത് കണ്ട് യേശു അവനോട് അനുകമ്പ കാണിക്കുകയാണ്. മിക്കവാറും അത്ഭുതങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവരുടെ അടുക്കലേക്ക് ചെന്നതിന് ശേഷം അവരെ കൊണ്ട് വാഗൊണ്ട് പറയിക്കുന്നുണ്ട്, എനിക്ക് ഇത് നിനക്ക് ചെയ്തു തരുവാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? പലയിടത്തും യേശു വ്യക്തികളെ കൊണ്ട് വാഗൊണ്ട് പറയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹൃദയം അറിയാവുന്ന യേശു വാഗൊണ്ട് പറയിക്കുന്നത്? അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും യേശുവിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, നമ്മൾ വാഗൊണ്ട് തുറന്നു പറയണം എന്നത് യേശു ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയും പ്രതികരണത്തെയും പലപ്പോഴും നമ്മൾ അളക്കുന്നത് വാക്കുകൾ കൊണ്ടാണ്. കാപട്യം ഉള്ളിൽ വെച്ച് വേറെ വാക്കുകൾ പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് പറയണമെന്ന കാര്യം. എന്ന് തന്നെയാണെങ്കിലും മിക്ക വ്യക്തികളും അവരുടെ വാക്കും പ്രവൃത്തിയും
അതിൽ വാക്കാണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം. അവൻ പറയുന്ന വാക്കുകളിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ വിലയിരുത്തുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ജന്തുക്കളിൽ നിന്നും നമ്മളെ വളരെയധികം വ്യത്യസ്തമാക്കുന്ന ഒരു കഴിവെന്നുള്ള നിലയിൽ സംസാരിക്കുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവ് ഉപയോഗിച്ച് നമ്മൾ ദൈവത്തോട് ഏറ്റുപറയുന്ന നിമിഷമാണ് ദൈവം നമ്മളെ സ്വീകരിക്കുന്ന നിമിഷം. നമ്മുടെ സഭ ഇതിനെ ഏറെ ശ്ലാഘിക്കുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ നമ്മളുടെ വിശ്വാസം നമ്മളെല്ലാവരും ഒരുമിച്ച് ഏറ്റുപറയണമെന്ന് സഭ ആവശ്യപ്പെടുന്നു. കൂദാശകൾ നൽകുന്ന സമയത്ത് നമ്മൾ ആ കൂദാശയുമായി ബന്ധപ്പെട്ടുള്ള നമ്മളുടെ വിശ്വാസങ്ങൾ വിവാഹം കഴിക്കുമ്പോഴും ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോഴും എല്ലാം സഭ ഏറ്റുപറയാൻ നമ്മളെ നിർബന്ധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യേശുവിൻ്റെ ഈ ഒരു പാഠമാണ്. നമ്മളുടെ വിശ്വാസങ്ങൾ ഏറ്റുപറയണം. അപ്പോൾ എൻ്റെ ദൈവത്തിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നത് നമ്മൾ ദൈവത്തോട് തന്നെ വാഗൊണ്ട് തുറന്ന് പറയുന്ന സമയത്താണ് അത് ഏറ്റവും ആദ്യം ദൈവം അംഗീകരിച്ച് സ്വീകരിക്കുന്ന സമയം. ഇനി സംസാരിക്കുവാനാവാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മനസ്സുകൊണ്ട് ദൈവത്തോട് ഏറ്റുപറയുന്നതും ദൈവം സ്വീകരിക്കുക തന്നെ ചെയ്യും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്: മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. നോക്കുക, നമ്മളുടെ പ്രഭാത പ്രാർത്ഥനയിൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിൽ എത്തി നമ്മൾ ആദ്യം സമർപ്പിക്കേണ്ടത് നമ്മളുടെ ഈ ശരീരത്തെ തന്നെയാണ്. ആദ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ ആത്മാവും, നമ്മുടെ ആത്മാവിന് വസിക്കുവാനായി ദൈവം നൽകിയിരിക്കുന്ന ഈ ശരീരവും നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ഈ ശരീരത്തിൽ നിന്ന് പുറത്താണ് പിന്നീട് നമുക്ക് ദൈവം തന്നിട്ടുള്ള സകല വസ്തുക്കളും. അതുകൊണ്ട് എല്ലാ പ്രഭാത പ്രാർത്ഥനകളിലും ഏത് സമയം ദൈവത്തിൻ്റെ അടുത്ത് ചെന്നാലും കർത്താവിനോട് ആദ്യം പറയേണ്ടത്, ദൈവമേ, എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, സമയമുണ്ടെങ്കിൽ ഓരോ അവയവത്തിൻ്റെയും പേരും അതിന് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളും എടുത്തു പറഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കണം. എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? ഇതിനൊരു കാരണമുണ്ട്. ദൈവം നമുക്ക് എന്തെല്ലാം ദാനങ്ങൾ നൽകിയോ അതിനോടൊപ്പം ദൈവം നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് നമ്മളുടെ സ്വാതന്ത്ര്യം. നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഒരിക്കലും കൈ കടത്താറില്ല. ദൈവം എനിക്ക് കൈ തന്നതിന് ശേഷം ഈ കൈ എനിക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യം അവിടെ നിന്ന് തന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ചിന്താശക്തിയും എല്ലാം എനിക്കിഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുവാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കും അയാളുടെ ഇഷ്ടപ്രകാരം ഇതെല്ലാം ഉപയോഗിക്കുവാനുള്ള കഴിവുണ്ട്. അതവൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവം വളരെ മാന്യനായതിനാൽ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം ഒരിക്കലും കൈ കടത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പിശാച് നമ്മുടെ സ്വാതന്ത്ര്യത്തെ സൂത്രത്തിൽ കൈക്കലാക്കുകയും പലപ്പോഴും നമ്മളെ അടിമപ്പെടുത്തുകയും ചെയ്യും. ഈ സമയത്ത് ദൈവം നമുക്ക് നൽകിയ നീതിയുടെ നിയമമുണ്ട്. ആ നിയമമനുസരിച്ച് നമ്മൾ മറ്റൊരാൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യം അടിയറ വെച്ചാൽ ദൈവത്തിന് നമ്മളെ അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്താമെന്നുള്ളതല്ലാതെ ബലപ്രയോഗത്തിലൂടെ അയാളിൽ നിന്ന് ഒരിക്കലും ദൈവം നമ്മളെ തിരിച്ചു പിടിക്കുകയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളുടെ സ്വന്തം മനസ്സാലെ നമ്മൾ മറ്റെവിടെയെങ്കിലും നമ്മളുടെ മനസ്സോ നമ്മളുടെ ശരീരമോ സ്വത്തുക്കളോ അടിയറ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സുബോധത്തോടെ അതിൽ നിന്ന് തിരിച്ചു വരണമെന്നാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിലും നമ്മൾ കാണുന്നത് അതാണ്. സ്വന്തം ബോധത്തോടെ സുബോധമുണ്ടായി ആ അവസ്ഥയിൽ നിന്ന് തിരിച്ച് തന്നെ പിതാവിന് സമർപ്പിക്കാൻ നമ്മൾ തിരിച്ചു വരണമെന്നത് ഒരു ദൈവിക നീതിയാണ്. കാരണം അവിടുന്ന് നമുക്കത് തന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വാക്കുകൊണ്ട് ദൈവത്തോട് പറയുകയാണ്, നീ എനിക്ക് സ്വാതന്ത്ര്യത്തോട് തന്ന ഈ കൈ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം അത് വീണ്ടും എടുത്ത് ഉപയോഗിച്ച് ദൈവം അടിമപ്പെടുത്തുമെന്നല്ല അർത്ഥം. ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഒരു കാര്യം സംഭവിക്കും. നമ്മൾ ഈ കൈയോ നമ്മളുടെ കണ്ണുകളോ നമ്മുടെ കാതുകളോ ഏതെങ്കിലും അവയവങ്ങളോ പിശാചിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് ദൈവത്തിനെ ഏൽപ്പിക്കുന്ന സമയമാണ് ഈ സമർപ്പണത്തിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അടിക്കടി ദൈവത്തിന് നമ്മളുടെ ഓരോ അവയവങ്ങളും ജീവിത സാഹചര്യങ്ങളും സമർപ്പിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അറിയാതെ തിന്മയുടെ പ്രലോഭനങ്ങളിൽ വീണ് നമ്മുടെ അവയവങ്ങളോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതോ നമ്മുടെ ബന്ധങ്ങളെയോ ഏതിനെയെങ്കിലും ദൈവസന്നിധിയിൽ നിന്നും മാറ്റി തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വാക്കുകൊണ്ട് ദൈവത്തോട് പറഞ്ഞ് അതിനെ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ അത് ആ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് പിടിച്ചെടുത്ത് ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം. എന്നാൽ ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ, വിശദീകരിക്കുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ ഈ ദൈവത്തിന് നമ്മളെ തന്നെ കൊടുത്തിട്ട്, ചേട്ടാ ആ കൊടുത്ത സാധനം തിരിച്ചെടുത്തുകൊണ്ട് അപ്പം തന്നെ പോവുകയല്ലേ? മാതാപിതാക്കൾ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും പറയും, എൻ്റെ മൂത്ത മകനെ ദൈവമേ
ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആ കുഞ്ഞുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് അപ്പോൾ തന്നെ ആ കുഞ്ഞിനെ തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അല്ലെങ്കിൽ എൻ്റെ കൈ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കൈ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നില്ല, നമ്മളപ്പോൾ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ ഇത് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ബ്രദർ ലോറൻസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്. ഈ വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ചു തന്ന സമർപ്പണത്തിൻ്റെ ഒരു വലിയ പാഠമുണ്ട്. നമ്മൾ നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം ഉടനെ ആ ശരീരത്തെ സ്വന്തമാക്കി എടുത്തിട്ട് പിന്നെ മറ്റെല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് നിഷേധിക്കുകയല്ല. വളരെ സ്നേഹത്തോടെ ആ ശരീരത്തെ ആശീർവദിച്ച ശേഷം അവിടുന്ന് നമ്മളെ വീണ്ടും അവിടുത്തെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടി തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ഈ ബ്രദർ ലോറൻസ് എന്താണ് ചെയ്തിരുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ബ്രദർ ലോറൻസ് ഒരു കേക്ക് ഉണ്ടാക്കുവാനായിട്ട് ഒരു ഉത്തരവാദിത്തം ഉണ്ടായാൽ ബ്രദർ ലോറൻസ് പറയും, ദൈവമേ, അങ്ങ് എനിക്ക് തന്ന അങ്ങയുടെ ശരീരം ഉപയോഗിച്ച്, കഴിവുകൾ ഉപയോഗിച്ച്, ഈ വസ്തുക്കൾ ഉപയോഗിച്ച് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങേക്ക് വേണ്ടിയാണ്. അങ്ങനെ ബ്രദർ ലോറൻസ് കേക്ക് ഉണ്ടാക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്, യേശുവിന് വേണ്ടിയാണ്. എന്നിട്ട് ഈ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ബ്രദർ ലോറൻസ് പറയും, ഈശോയെ, ഈ കേക്ക് ഞാൻ ഉണ്ടാക്കി, ഇനി ഇത് നിനക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോ, എനിക്ക് കുഴപ്പമില്ല. റൂം വൃത്തിയാക്കാൻ പറഞ്ഞാൽ ബ്രദർ ലോറൻസ് റൂം വൃത്തിയാക്കും. റൂം മുഴുവൻ വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക, ഈശോയെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ റൂം മുഴുവൻ വൃത്തിയാക്കുന്നത് കേട്ടോ. റൂം യേശുവിന് താമസിക്കാവുന്ന രീതിയിൽ വൃത്തിയാക്കിയിട്ട് ബ്രദർ ലോറൻസ് പറയും, കർത്താവേ, ഈ റൂം ഇനി നിനക്കിഷ്ടമുള്ളവർക്ക് കൊടുത്തുകൊള്ളുക. ഇതൊരു സമർപ്പണത്തിൻ്റെ സൂത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്ന ശരീരം ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിലെ ജോലി ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ദൈവത്തോട് പറയും, ഇതിൻ്റെ ഫലം നീ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ആ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ ആ ജോലി ചെയ്യുകയാണ്. വീട്ടിൽ എത്ര വലിയ ജോലി ഭാരമുണ്ടെങ്കിലും മാതാപിതാക്കൾ വളരെയധികം അസ്വസ്ഥപ്പെടുന്ന ഒരു സമയത്ത് ഇങ്ങനെ വിചാരിച്ച് നോക്കിയാൽ മതി, ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അപ്പോൾ സമർപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നത്, പള്ളിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നത് ഈ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരാനാണ്. എന്ത് വലിയ ആശയമാണത്! അങ്ങനെ ദൈവത്തിന് വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ, അങ്ങനെ ദൈവത്തിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി ആത്മാർത്ഥമായിട്ട് പണി ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തുകൊള്ളൂ എന്ന് പറയുമ്പോൾ അതാണ് സമർപ്പണത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു വശം. അപ്പോൾ വാഗൊണ്ട് സമർപ്പിക്കുകയും സമർപ്പിച്ചതിന് ശേഷം തിരിച്ചു വരുമ്പോൾ പിന്നീട് ആ സമർപ്പിച്ച വസ്തു ഉപയോഗിക്കുന്നത് ദൈവത്തിന് വേണ്ടി ആയിരിക്കുകയും അതിനുശേഷമുള്ള അതിൻ്റെ ഫലം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു വലിയ സ്വാതന്ത്ര്യം അനുഭവപ്പെടാൻ തുടങ്ങും. ഇനി അടുത്തത്, ദൈവത്തിന് നമ്മൾ സമർപ്പിച്ച വസ്തു ദൈവം നമുക്ക് നൽകിയതാണ് എന്ന ബോധ്യം കൊണ്ടാണല്ലോ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നത്. അതിനുശേഷം ദൈവത്തിന് വേണ്ടി നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുകയാണ് അഥവാ ഉപയോഗിക്കുകയാണ്. എന്നാൽ നമ്മൾ ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയ സമ്പത്തിൻ്റെ യഥാർത്ഥമായ മൂല്യം അറിയണം. ഒരിക്കൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ എന്നെ പല ഫോട്ടോകൾ ഇങ്ങനെ അവരുടെ മൊബൈലിൽ കാണുകയാണ്. ഈ ഫോട്ടോകളെന്ന് പറഞ്ഞാൽ പല തിരുശേഷിപ്പുകളാണ് അവർ സൂക്ഷിക്കുന്ന തിരുശേഷിപ്പുകൾ. ചില തിരുശേഷിപ്പുകളുടെ ഫോട്ടോകൾ അവരുടെ വീട്ടിലിരിക്കുന്ന തിരുശേഷിപ്പുകൾ, മറ്റു ചില തിരുശേഷിപ്പുകൾ അവർ നേരിട്ട് കണ്ടതിൻ്റെ ഫോട്ടോകൾ. ഇങ്ങനെ തിരുശേഷിപ്പുകളുടെ ഒരു സംസാരം അവിടെ നടക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവരെ കാണിക്കാനായിട്ടുള്ള തിരുശേഷിപ്പിൻ്റെ ഫോട്ടോയോ ഒന്നുമില്ല. അപ്പോൾ ചിലർ കാണിക്കുന്നതാണെങ്കിൽ ചില വിശുദ്ധരുണ്ടാക്കിയ സാധനങ്ങളുടെ ഫോട്ടോയാണ്, അത് വിശുദ്ധരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ കയ്യിലൊന്നും കാണിക്കാനില്ല. അങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ യേശു ഉണ്ടാക്കിയ ചില സാധനങ്ങളുണ്ട്, യേശു നേരിട്ടുണ്ടാക്കിയ ചില കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ അവർ അതിശയിച്ചു, യേശു ഉണ്ടാക്കിയ സാധനമോ? ഞങ്ങൾ കാണിക്കുന്നതൊക്കെ വിശുദ്ധന്മാരുണ്ടാക്കിയതും തൊട്ടതുമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ബ്രദറിൻ്റെ കയ്യിൽ യേശു ഉണ്ടാക്കിയ സാധനം ഉണ്ടെന്നോ? അതെന്താണ് എന്ന് അവരെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എൻ്റെ കയ്യിൽ ഇപ്പോഴിവിടെ ഉണ്ട്, ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലർക്ക് കാര്യം മനസ്സിലായി, അവർ പൊട്ടിച്ചിരിച്ചു. എന്താണ് യേശു നേരിട്ടുണ്ടാക്കിയത്? എന്നെ തന്നെയാണ്. എൻ്റെ കണ്ണുകൾ
എൻ്റെ യേശു നേരിട്ടുണ്ടാക്കിയതാണ്. എൻ്റെ മൂക്ക് എൻ്റെ യേശു നേരിട്ടുണ്ടാക്കിയതാണ്. എൻ്റെ ശരീരം മുഴുവൻ എൻ്റെ ദൈവം നേരിട്ട് സ്വന്തം കരം കൊണ്ട് മെനഞ്ഞെടുത്തതാണ്. ഞാൻ ദൈവത്തിൻ്റെ ഒരു തിരുശേഷിപ്പാണ്. എൻ്റെ വീട്ടിൽ ജീവിക്കുന്ന എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, ഇവരെല്ലാം ദൈവം നേരിട്ടുണ്ടാക്കിയതാണ്. ഞാൻ വീട്ടിലെ എൻ്റെ ഭിത്തിയിൽ തൊടുമ്പോൾ ആ ഭിത്തി, ആ കല്ല്, അവിടെ ഇരിക്കുന്ന വസ്തുക്കളെല്ലാം എൻ്റെ ദൈവം നേരിട്ടുണ്ടാക്കിയതാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ എൻ്റെ വീട്ടിൻ്റെ മണലിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ കാലെടുത്ത് വെക്കുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി എന്ന ഗോളത്തിൻ്റെ മുകളിലുള്ള മണൽപ്പരപ്പിലാണ്. ഈ ഭൂമി എൻ്റെ പിതാവായ ദൈവം ഉണ്ടാക്കിയതാണ്. ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തുള്ള വൃക്ഷങ്ങളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ദൈവം സ്വന്തം കരം കൊണ്ട് മെനഞ്ഞെടുത്ത മനോഹരമായ വൃക്ഷങ്ങളാണ്. ഞാൻ വാനമേഘങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ദൈവം മനോഹരമായി പണിത ഒരു വലിയ ദൃശ്യമാണ്. ഞാൻ എവിടെ നോക്കുമ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ തിരുശേഷിപ്പാണ്. ഞാൻ ശ്വാസം വലിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസം എൻ്റെ ദൈവം ഉണ്ടാക്കിയ അത്ഭുതകരമായ വസ്തുവാണ്. ഇങ്ങനെ ഓരോന്നും ഞാൻ വ്യക്തിപരമായി അനുഭവിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു, എൻ്റെ ദൈവം എനിക്ക് ദാനമായി നൽകിയ വസ്തുക്കളെല്ലാം അവൻ്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയതാണ്. എത്രയോ ശ്രേഷ്ഠമാണ്. ഞാൻ തന്നെ എത്ര വലിയ ശ്രേഷ്ഠമാണ്. ഇങ്ങനെ സ്വയം തിരിച്ചറിഞ്ഞിട്ട് ആ തിരിച്ചറിവോടുകൂടി ഈ വസ്തുക്കൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമർപ്പണം. സമർപ്പിച്ചിട്ട് തിരിച്ചു പോരുമ്പോഴും ഈ ഒരു ബോധ്യമുണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമർപ്പണം. അപ്പോൾ സമർപ്പണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുകയായി. വിലയറിഞ്ഞ് മൂല്യമറിഞ്ഞുള്ള സമർപ്പണമാണ്. വാഗൊണ്ട് പറഞ്ഞു, മൂല്യമറിഞ്ഞ് സമർപ്പിച്ചു. ഇനി സമർപ്പണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം വരികയാണ്. എന്താണ് രണ്ടാമത്തെ ഘട്ടം? നമ്മളൊരു കമ്പനിയിലേക്ക് പോയി. നമ്മൾ കമ്പനിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വളരെ ചെറിയ ചെറിയ സാധനങ്ങളും കാണാം. അപ്പോൾ ഈ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, ഇതെന്തിനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ കമ്പനി പറയും, ഇന്ന ഉപയോഗത്തിനുള്ള വസ്തുവാണ്. കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ പറയും. അതെ, നമുക്കറിയാം, വലിയൊരു മാനുഫാക്ചറിങ് ഫേമിൽ നമ്മൾ ചെന്നാൽ അവിടെ ഇരിക്കുന്ന എല്ലാ വസ്തുക്കളും അവരുണ്ടാക്കിയതെല്ലാം ഒരു നിശ്ചിത ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്നാൽ അവിടുത്തെ വീട്ടമ്മ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ നമ്മൾ ചോദിക്കും, ഇതെന്താണ്, ഇതെന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ്? അപ്പോൾ അവർ പറയും, ഇത് ഇന്ന കാര്യത്തിനുള്ളതാണ്. നമുക്കറിയാം, ആ വീട്ടിൽ ഉപയോഗമുള്ള വസ്തുക്കൾ പ്രദർശിപ്പിക്കപ്പെടുന്നതായി എല്ലായിടത്തും ഉണ്ടാകും. ഉപയോഗിക്കണമെന്നവർ ആഗ്രഹിക്കാത്തതൊക്കെ എവിടെയെങ്കിലും ചവറ്റുകുട്ടയിൽ കാണും. ഇതാ, ഈ ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ വരുമ്പോൾ സാധാരണ ബുദ്ധിശക്തിയുള്ള മനുഷ്യൻ ഉണ്ടാക്കുന്നതൊന്നും അവൻ പ്രത്യേക ഉദ്ദേശത്തോടെ അല്ലാതെ ഉണ്ടാക്കുകയില്ലെന്ന് വ്യക്തമായ ബോധ്യമുള്ള ഞാൻ, സൂപ്പർ ഇൻ്റലക്റ്റായ, അതിബുദ്ധിമാനായ, അനന്ത ബുദ്ധിശക്തിയുള്ള ദൈവമെന്ന് പറയുന്ന എൻ്റെ പിതാവ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയതെല്ലാം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാനെന്ന് പറയാൻ സാധിക്കുക? അപ്പോൾ സമർപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകേണ്ട ഒരു ബോധം ഇതാണ്, ദൈവത്തിന് ഞാൻ സമർപ്പിച്ചത് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ്. എൻ്റെ ശരീരമാണ്, എനിക്ക് ചുറ്റുവട്ടത്തിലുള്ള എല്ലാം എൻ്റെ ദൈവത്തിൻ്റെതാണ്. ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ്. സത്യത്തിൽ എൻ്റെ വീടിരിക്കുന്ന സ്ഥലം ദൈവം ഉണ്ടാക്കിയതാണ്. അവനതുണ്ടാക്കിയപ്പോൾ ഈ 2000-ൻ്റെ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യം ഞാൻ അവിടെ ജീവിക്കണമെന്ന ഉദ്ദേശം അവനുണ്ടായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, ഇവരൊക്കെ ഇവിടെയൊക്കെ ജീവിക്കണമെന്ന ഉദ്ദേശം അവനുണ്ടായിരുന്നു. ഇവരെയൊക്കെ അവിടെ ദൈവം ആക്കിയിരിക്കുന്നത്, എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് അവൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കും, ദൈവമേ, ഞാൻ നിനക്ക് എന്നെ സമർപ്പിച്ചു, ഈ സ്ഥലം സമർപ്പിച്ചു, ഇത് നീ ഉണ്ടാക്കിയതാണ്. ഇത് നീ എന്ത് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കിയത്? നിനക്കിത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? അങ്ങനെ ഒരു ചോദ്യം ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വെളിപ്പെടുത്തൽ വരും. ഇത് ദൈവം ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുണ്ടാക്കിയത് കൊണ്ട് ഞാനിതിനെ ഉപയോഗിക്കുന്നത് അവിടുത്തെ ഹിതമനുസരിച്ചായിരിക്കണം. പ്രിയമുള്ളവരെ, സമർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം നോക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകും എന്നുള്ളതാണ്. അപ്പോൾ സമർപ്പണം ഒന്ന്, നമ്മൾ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്തിനെയാണോ സമർപ്പിച്ചത് അതിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള ഒരു കൺവിക്ഷൻ നമുക്ക് കിട്ടുകയാണ്. അത് ദൈവത്തിൻ്റെതാണെന്ന് കിട്ടുകയാണ്. അതങ്ങനെ കിട്ടിയാൽ മാത്രം പോരാ, ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്ന എൻ്റെ ഈ ശരീരം ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയതാണ്. എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, ഇവരെല്ലാം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ഉണ്ടാക്കിയതാണ് എന്ന തിരിച്ചറിവിലേക്ക് ഞാൻ വരുന്നു. ആ തിരിച്ചറിവിൽ നിന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, നീ ഉദ്ദേശിച്ച കാര്യം നിറവേറ്റാൻ ഞങ്ങൾ എത്രത്തോളം വിജയിച്ചു? നമുക്കറിയാം, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയാൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങിയാൽ, അവിടെ കുറച്ചാളുകളെ ജോലിക്ക് വെച്ചാൽ, ഒരു വർഷം കഴിയുമ്പോൾ നമ്മളൊരു വിലയിരുത്തും. ഇവരെയൊക്കെ ജോലിക്ക് വെച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം നിറവേറിയോ? നമുക്കൊരു വിലയിരുത്തലുണ്ട്. നിങ്ങൾ എത്ര കൊല്ലം ജീവിച്ചു?
ഈ വർഷങ്ങൾ അത്രയും നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഈ 10-20 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം ഞാൻ ജീവിച്ചിട്ട് എന്നെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയ ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി? ദൈവത്തിന് എന്ത് ഉപകാരമുണ്ടായി? ഈ ഒരു ചിന്ത സമർപ്പണമുള്ളവന് വരും. ഈ ചിന്ത വന്നു കഴിയുമ്പോൾ പിന്നീടുള്ള നിമിഷങ്ങളിലെങ്കിലും ദൈവമേ, നിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ, എൻ്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കുവാൻ എനിക്ക് സാധിക്കണമെന്നൊരു ആഗ്രഹം വരും. അങ്ങനെയാണ് സമർപ്പണം ആരംഭിക്കുക. അപ്പോൾ സമർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശമെന്ന് പറയുന്നത്, ആർക്ക് വേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചുവോ അയാളുടെ ഉദ്ദേശം നിറവേറ്റുവാൻ ഞാൻ പിന്നെ തയ്യാറാകുമെന്നതാണ്. അങ്ങനെ ഉദ്ദേശം നിറവേറ്റുവാൻ തയ്യാറായി കഴിയുമ്പോഴാണ് അദ്ദേഹം എന്നെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥത്തിലേക്ക് ഞാൻ നോക്കുക. അപ്പോൾ ഒരു സമർപ്പണമുള്ള വ്യക്തിയുടെ ഏറ്റവും വലിയ ഹാബിറ്റ് എന്തായിരിക്കുമെന്ന് അറിയാമോ? സമർപ്പണമുള്ള വ്യക്തി ഞാൻ ആർക്കാണോ സമർപ്പിച്ചത് അയാൾ എനിക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് വായിക്കാൻ ശ്രമിക്കും. അത് ഈ ഗ്രന്ഥത്തിലാണ് പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ. അപ്പോൾ സമർപ്പണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാബിറ്റ് എന്ന് പറയുന്നത് വചനവായനയാണ്. വചനവായനയുള്ള വ്യക്തി സമർപ്പണത്തിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള സകല ദാനങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി, അങ്ങൊരു പ്രത്യേക ഉദ്ദേശത്തോടെ സൃഷ്ടിച്ചതാണെന്ന് മനസ്സിലാക്കി. എങ്കിലും അതിവിശിഷ്ടമായ ഒരു സ്വാതന്ത്ര്യം എനിക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് അങ്ങ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്താനും നടത്താതിരിക്കാനും എനിക്ക് അധികാരമുണ്ടെന്നും മനസ്സിലാക്കി. ആ അധികാരം അങ്ങയുടെ സന്നിധിയിലേക്ക് തിരികെ വെച്ച് എൻ്റെ ഈ നൽകപ്പെട്ട ദാനങ്ങളെല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നുവെന്ന് വാതുറന്ന് പറയുവാൻ, കർത്താവെ, അങ്ങനെ പറയുമ്പോൾ അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങളുടെയും വില എന്താണെന്ന് പൂർണ്ണമായി എൻ്റെ ഹൃദയം അറിയുവാൻ, ആ വിലയ്ക്കനുസരിച്ച് അങ്ങേക്ക് അവയെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ സ്വയമേവ മനസ്സിലാക്കുവാൻ, ആ പദ്ധതി എന്താണ്, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാൻ അങ്ങയുടെ വചനം വായിക്കുവാൻ, കർത്താവെ, ഇങ്ങനെ സമർപ്പണത്തിൻ്റെ നിരവധി ചുവടുകളിലൂടെ ഞാൻ കടന്നു പോകുവാൻ കർത്താവെ അങ്ങനെ അനുഗ്രഹിക്കണമേ, പ്രാപ്തമാക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ